അട്ടിമറിക്കാൻ നീക്കവുമായി ബി. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ താമസിക്കുന്നവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനാണ് ബി. ശ്രമിച്ചത്. ബിജെപിക്കെതിരെ പ്രതിഷേധവുമായി വോട്ടർമാർ രംഗത്തെത്തി. സംസ്ഥാന വ്യാപകമായി തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ബി. നടത്തുന്നത്. പാലക്കാട് പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായവരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനാണ് ബി. ശ്രമിക്കുന്നത്. നോട്ടീസ് ലഭിച്ചപ്പോഴാണ് പട്ടികയിൽ നിന്നും പേരും മാറ്റുന്നതായി വോട്ടർമാർ പോലും അറിഞ്ഞത്. വലിയ പ്രതിഷേധവുമായി വോട്ടർമാർ തന്നെ രംഗത്തെത്തി. എനിക്കിതിന്റെ നോട്ടീസ് കിട്ടിയിരുന്നു. അപ്പോഴാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് മാറ്റിയ വിവരം ഞാൻ അറിഞ്ഞത്. ഞാൻ ഇത്രയും കാലം ഇവിടെയാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ വീട് കല്ലുവഴിയാണ്. ഞാൻ 1-ാം വാർഡിലാണ്. അതുപോലെ തന്നെ എൻ്റെ റേഷൻ കാർഡിലും എല്ലാം എൻ്റെ പേരും എല്ലാം ഉണ്ട്. ഇതെനിക്ക് ഞാൻ അറിയാതെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയിരിക്കുന്നത്. അതെനിക്ക് വളരെയധികം വിഷമമുണ്ടായ ഒരു കാര്യമാണ്. മകളുടെ 2 മാസമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. ഇവിടെ സ്ഥിരം താമസമായിരുന്നു. ഇപ്പോൾ എവിടെ പോയാലും വോട്ട് കിട്ടാനുള്ള ഇതായിട്ടില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇടത്തിലായി കഴിഞ്ഞാൽ അത് വെട്ടാനുള്ള ഇതുള്ളൂ. ഇപ്പോൾ അതുകൊണ്ട് ഇത് നിലനിർത്തി പോകണമെന്നാണ്. എൻ്റെ അമ്മേൻ്റെയും എൻ്റെ അനിയത്തിൻ്റെയും പേരാണ് വെട്ടിയിരിക്കുന്നത്. ഞങ്ങൾ വർഷങ്ങളായി ഇവിടെ തന്നെ താമസം, പൂക്കുട്ടേവിൽ തന്നെ. പക്ഷെ എന്നിട്ട് ഞങ്ങളുടെ പേര് വെട്ടി. എൻ്റെ പെങ്ങളുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ജോലിക്കായിട്ട് കല്യാണം കഴിഞ്ഞതാണ്. പക്ഷെ അവള് ജോലിക്കായിട്ട് എറണാകുളത്താണ് നിൽക്കുന്നത്. പക്ഷെ അവള് വോട്ടിനൊക്കെ വരാറക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും അവളുടെ പേര് വെട്ടി ഇതൊന്ന് ലെറ്റർ വന്നപ്പോഴാണ് ഞങ്ങളിത് വിവരം അറിയുന്നത്. ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണ് ബി. നടത്തുന്നതെന്ന് പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി. ജയശ്രീ പറഞ്ഞു. പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ നിലവിൽ തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പല വാർഡുകളിലും ബി. പ്രവർത്തകരുടെയൊക്കെ ഭാഗത്തു നിന്ന് പല ആളുകളുടെയും പേരുകൾ നീക്കം ചെയ്യുന്നതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പഞ്ചായത്തിൽ നിന്നാണ് ഈ ഒരു നീക്കം ചെയ്യൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് പൊതുവായിട്ട് ആളുകൾ ചോദിക്കുന്നത്. അപ്പം നമുക്കതിനെതിരെ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ നിലവിൽ എൻ്റെ വാർഡിൽ നിന്ന് തന്നെ പറയുകയാണെങ്കിൽ വൈകരാവൂർ 1-ാം വാർഡിൽ നിന്ന് 74ഓളം ആളുകളുടെ പേരാണ് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ സെക്രട്ടറിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ എല്ലാ ആളുകളും നിലവിൽ നമ്മുടെ അവിടെ തന്നെ താമസിക്കുന്ന ആളുകളും മാരേജ് കഴിഞ്ഞ് അവരുടെ വീടുകളിൽ പോയാലും അവരുടെ റേഷൻ കാർഡിൽ നിന്നോ അതേപോലെ തന്നെ അവർ താമസം മാറ്റിയിട്ടോ ഇല്ല അവരുടെ അച്ഛനും അമ്മയൊക്കെ ഉള്ള വീടുകളിൽ തന്നെയാണ് അവർ പോയിട്ടുള്ളത്. അവിടെ തന്നെ അവർ സ്ഥിരം വരുന്ന ആളുകളുമാണ്. പക്ഷെ ആ ഒരു രീതിയിലുള്ള പ്രവർത്തനം നല്ല രീതിയിൽ എല്ലാ ഭാഗത്തുണ്ട്. നമുക്കതിനെ നല്ല രീതിയിൽ ചേർക്കേണ്ടതായിട്ടുണ്ട്. അതിന് എല്ലാ ഭാഗത്തും നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ പിന്തുണയെല്ലാം നമ്മുടെ പാർട്ടി എന്ന രീതിയിൽ CPM-ന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മുന്നിട്ടിട്ട് നിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബിജെപിക്കെതിരെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട രാജ്യത്ത് വലിയ ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പുതിയ നീക്കവുമായി ബിജെപി രംഗത്തെത്തിയിരിക്കുന്നത്. എൻ്റെ പേര് രാജി. ഞാൻ കൊളക്കാട് പകരാവൂർ ആശാരിപുരക്കിലെ വ്യക്തിയാണ്. എൻ്റെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടി എന്നുള്ളത് അറിഞ്ഞു. അത് ഞാനിവിടെ സ്ഥിരതാമസമാണ്. ജോലിക്ക് വേണ്ടിയിട്ടാണ് വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് വീടിനും പാസ്സായിട്ടുണ്ട്. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ ഇന്ന് വെട്ടിന്നുള്ള വാർത്ത കേട്ടത്. അപ്പോൾ ആകെ പെട്ടെന്ന് ഷോക്കായി. ഇപ്പോൾ ഇത്രയും കാലം ഇവിടെ തന്നെയാണ് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമമായി. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.